ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് പ്രവർത്തകർ. ഇപ്പോൾ റിനു ശ്രീധർ തുടരുന്നുണ്ട്. റിനു, ഇപ്പോൾ പ്രവർത്തകർ ശാന്തരാകുന്നുണ്ട്, നേതൃത്വം ഇടപെട്ടിരിക്കുന്നു. വിവരങ്ങൾ റിനു. ഉന്മേഷ്, ഇപ്പോൾ നേതൃത്വം ഇടപെട്ടു. ഈ പ്രതിഷേധക്കാർ, അതായത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജന പ്രവർത്തകരും എല്ലാം തന്നെ ശാന്തമായി ബാരിക്കേഡ് തള്ളുന്ന ഒരു പ്രവർത്തനം, അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇവർ ഈ റോഡിലേക്ക് കുത്തിയിരുന്ന് ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏകദേശം 100ഓളം പ്രവർത്തകരുണ്ട്. AYF-ന്റെയും അതുപോലെ തന്നെ ASF-ന്റെയും പ്രവർത്തകർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് അല്പസമയം മുമ്പാണ് പ്രതിഷേധവുമായി എത്തിയത്. വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും മുന്നോട്ട് ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഇവർ ഉയർത്തി ഇവിടേക്ക് എത്തിയത്. എന്തായാലും അവർ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. നമുക്കതിലേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒരു കേരള മോഡലായി നിൽക്കുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലാണ് PM ശ്രീ എന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വർഗീയ അജണ്ട ഉണർത്തുന്ന ഒരു പദ്ധതിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പച്ചക്കൊടി കൊടുത്തിരിക്കുന്നത്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുവഴി ഒളിച്ചു കടത്തുവാൻ ശ്രമിക്കുന്ന NEP-യെ ഞങ്ങൾ എല്ലാ കാലവും ശക്തമായി എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ AISF-ഉം AYF-ഉം. ഇത് തീർച്ചയായും കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് AISF-ഉം AYF-ഉം. തിരുവനന്തപുരത്ത് AYF-ന്റെയും ASF-ന്റെയും പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.